السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, SKSMന്റെ നേതാക്കളെ, മഹത്തായ ഈ സദസ്സിൽ എത്തിച്ചേർന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പേരിൽ ഇവിടെ ഒത്തൊരുമിക്കാൻ നമുക്ക് സാധിച്ചത്, ഇവിടെ നാം ചെലവഴിച്ച സമയം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സവിധത്തിൽ സ്വാലിഹായ ഒരു അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ വളരെ ദീർഘമായ ഒരു പ്രസംഗം ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല. ഈ ഹാളിൽ ഇന്ന് വൈകുന്നേരം മുതൽ ലേൻ ദ ഖുർആൻ എന്ന പേരിലുള്ള മഹത്തായ ബൃഹത്തായ ഈ പദ്ധതി SKSM വർഷങ്ങളായി നമ്മുടെ നാടിൻ്റെ ഓരോ മുക്കുമൂലകളിലേക്കും അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സന്ദേശമെത്തിക്കാൻ നടത്തിവരുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഈ ഖുർആൻ പഠന പദ്ധതി, അതിൻ്റെ പേരിൽ നമുക്കിവിടെ ഉത്തരവിക്കാൻ സാധിച്ചു. ഈ വേളയിൽ രണ്ടാളുകൾ പ്രത്യേകമായി നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു സഹോദരൻ, സുള്ളിയിലെ ഒരു പ്രവർത്തകൻ, ഒരു ചെറിയ അപകടത്തിൽ അദ്ദേഹം പെടുകയും ഒരൽപ്പം പ്രയാസം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വേദനയും പ്രയാസവും വേഗത്തിൽ മാറിക്കിട്ടാൻ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സഹോദരൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരു സഹോദരൻ ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറിയ കുട്ടിയുടെ എന്ത് പ്രയാസമാണോ ഉള്ളത് അത് നീക്കിക്കൊടുത്ത് ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ലോകം വളരെ വലിയ ഒരു പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ തുടക്കത്തിൽ കേട്ടതുപോലെ വയനാടെന്ന് പറയുന്ന ചെറിയൊരു പ്രദേശം, വളരെ മനോഹരമായ സുന്ദരമായ ഒരു പ്രദേശം, അവിടെ ജീവിച്ച നമ്മുടെ സഹോദരങ്ങൾ ഒരു രാത്രിയിൽ അവർ കിടന്നുറങ്ങുകയാണ്. അവരുടെ മനസ്സിൽ നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേൽക്കാം എന്ന പ്രതീക്ഷയുണ്ട്. പിറ്റേ ദിവസം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട്. ആ പ്രതീക്ഷയോടെ കിടന്നുറങ്ങിയ മനുഷ്യർ, അവരിൽ ഭൂരിഭാഗവും പിന്നെ കണ്ണു തുറന്നില്ല. പാതിരാത്രിയിൽ അവരുറങ്ങുന്ന നേരത്ത് അല്ലാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനം, ലംഘിക്കാൻ കഴിയാത്ത, രക്ഷപ്പെടാൻ കഴിയാത്ത അല്ലാഹുവിൻ്റെ പിടുത്തം, ആ പിടുത്തം അവിടെ സംഭവിച്ചു. പിറ്റേന്ന് നേരം വെളുത്ത് നമ്മളെല്ലാവരും ഉണരുമ്പോൾ മണ്ണിലടിയിൽപ്പെട്ട മനുഷ്യരുടെ കഥ കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റത്. വയനാട് നിന്ന് മലപ്പുറം ജില്ലയിലെ
ചാലിയാറിലൂടെ മയ്യത്തുകൾ ഇങ്ങനെ ഒഴുകി വന്നു. കൈയില്ലാത്ത മയ്യത്തുകൾ, കാലില്ലാത്ത മയ്യത്തുകൾ, തലയില്ലാത്ത മയ്യത്തുകൾ വയനാടിൻ്റെ മേപ്പാടി പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി ഇറങ്ങി മലപ്പുറം ജില്ലയിലെ പുഴയിലൂടെ ഒഴുകി നടന്ന മയ്യത്തുകളെ നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് നാം വളരെയധികം ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരും ഇന്ന് സ്വസ്ഥമായി ഇവിടെയുണ്ട്, നമ്മളിവിടെ ചെലവഴിക്കുന്നുണ്ട്. ഒരുപക്ഷേ നമ്മുടെ മനസ്സിൽ നാളെയെക്കുറിച്ചുള്ള ചിന്തകളാവാം, നാളെ എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാകാം, നാളെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് ഇവിടെ ഇരിക്കുകയാവാം. ഒരു വേള നാളത്തെ പ്രഭാതം കാണാൻ ഞാനോ നിങ്ങളോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മൾ ആരും ഇവിടെ ബാക്കിയാകണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം നമ്മുടെ മേലും ഏതു സെക്കൻഡിലും ഏതു നിമിഷവും വീഴാം എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഖൽബിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സർവാധിപതി, അവന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്നത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. അല്ലാഹുവാണ് എല്ലാത്തിനെയും പടച്ചത്, അല്ലാഹുവാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ പക്കലാണ്. ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. സർവ്വ കാര്യങ്ങളും അല്ലാഹുവിന്റെ പക്കലാണ്. യുദബ്ബിറുൽ അംർ. അവനാണ് കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്, അവനാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ അനക്കവും അടക്കവും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് സർവ്വതും നിയന്ത്രിക്കുന്നത് എന്ന് വരുമ്പോ ഈ ഒറ്റ ചിന്ത അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ഖൽബിൽ നിറഞ്ഞു നിൽക്കണം, ഏതു സമയത്തും മായാതെ മങ്ങാതെ നിൽക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും കൽബകത്ത് നിന്ന് അള്ളാഹുവിനെ എടുത്തു മാറ്റണം എന്നാഗ്രഹിക്കുന്ന വിധ്വംസക ശക്തികളാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വയനാട് ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ ചില നാസ്തികരായ, ദൈവമില്ലെന്ന് പറയുന്ന, പടച്ചവനില്ലെന്ന് പറയുന്ന ചില ആളുകൾ രംഗത്ത് വന്നു. എന്നിട്ട് അവർ പറയാണ്, അള്ളയാണ് ഈ ദുരന്തം വെച്ചതെങ്കിൽ, അള്ളാഹുവാണ് ഈ പ്രയാസം വെച്ചതെങ്കിൽ പിന്നെ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ ആ ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ആ പടച്ചവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ ദുരന്തം വെക്കുന്നു, നാശം വെക്കുന്നു. ഒരു പടച്ചവനുണ്ടായിരുന്നെങ്കിൽ ഈ രൂപത്തിൽ ഒരു ദുരന്തമുണ്ടാവൂ എന്നവർ ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിലെ ഉദ്ദേശ്യം എന്തെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ കൽബകങ്ങളിൽ നിന്ന്, നമ്മുടെ മനസ്സുകളിൽ നിന്ന് എടുത്തുകളയലാണ്. അള്ളാഹുവിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തെറ്റിക്കലാണ്. എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നന്നായി എറിഞ്ഞവരാണവർ, റബ്ബിനെ മനസ്സിലാക്കിയവരാണവർ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, അജ്ബതു മിൻ ഖളാഇല്ലാഹി ലിൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ അവൻ അല്ലാഹുവിന്റെ ഖളാഇന്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അത് അത്ഭുതകരം തന്നെയാണ്. ഇൻ അസാബഹു ഖൈറുൻ ഹമിദ റബ്ബഹു വശകറ. അവൻ എന്തെങ്കിലും ഒരു നന്മ വന്നാൽ, ഖൈർ വന്നാൽ, ഗുണപ്രദം എന്നവന് തോന്നുന്നത് സംഭവിച്ചാൽ, ഒരു ഖൈർ സംഭവിച്ചാൽ, ഹമിദ റബ്ബഹു വശകറ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു അവൻ, അല്ലാഹുവിനെ നന്ദി കാണിക്കുന്നവൻ. വഇൻ അസാബതുഹു മുസീബത്തുൻ ഹമിദ റബ്ബഹു വസബറ. ഇനി എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാലോ, ഒരു പ്രയാസം വന്നാലോ, ഹമിദ റബ്ബഹു, അവൻ തന്റെ റബ്ബിനെ സ്തുതിക്കുന്നു, വസബറ, അവൻ ക്ഷമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അൽ മുഅ്മിനു യുജറു ഫീ കുല്ലി ഷൈഇൻ ഹത്താ ഫീ ലുഖ്മതി യർഫഉഹാ ഇലാ ഫിംറഅതിഹി. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അവനെന്തു ചെയ്താലും, അവനെന്തു സംഭവിച്ചാലും, ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ അവൻ ചെന്നുപെട്ടാലും അവനത് ഖൈറാണ്, അവനത് പ്രതിഫലാർഹമാണ്, അതിനവന് പുണ്യമുണ്ട്. എത്രത്തോളം? ഹത്താ ഫിൽ ലുഖ്മതി യർഫഉഹാ ഇലാ ഫിംറഅതിഹി. തന്റെ ഭാര്യയുടെ വായിലേക്ക് സ്നേഹത്തോടെ വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും, തന്റെ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിച്ച് അവളുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുത്താൽ പോലും അതിനുള്ള പ്രതിഫലം അത് ലഭിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ. അതുകൊണ്ട് ഏത് ദുരന്തവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ്. അപ്പൊ അള്ളാഹു ദുരന്തമുണ്ടാക്കുമോ? അള്ളാഹു പ്രയാസമുണ്ടാക്കുമോ? ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇടപെടൽ അത് ഏതു തരത്തിലാണെങ്കിലും അത് ഖൈറാണ്. അതുകൊണ്ടാണ് ദുആഉൽ ഇഫ്തിതാഹ്, അഥവാ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ നിർവഹിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ അവൻ ആദ്യമായി നിർവഹിക്കുന്ന
പ്രാരംഭ പ്രാർത്ഥന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ എന്ന് തുടങ്ങി വരുന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബി വഅന അബ്ദുക ലലംതു നഫ്സി വഅതറഫ്തു ബിദംബി ഫഗ്ഫിർ ലി ദുനൂബി ജമീഅ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖി ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാചകം, റബ്ബിനോട് പറയുന്ന വാചകം, ലബ്ബൈക വസഅദൈക വൽ ഖൈറു കുല്ലുഹു ഫി യദൈക വശ്ശറു ലൈസ ഇലൈക. അല്ലാഹുവിനോട് റബ്ബിനോട് കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്ന വാക്ക് ലബ്ബൈക വസഅദൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വരികയാണ്, നിനക്ക് പൂർണ്ണമായും ഞങ്ങൾ കീഴൊതുങ്ങുകയാണ്. വൽ ഖൈറു കുല്ലുഹു ഫി യദൈക, എല്ലാ നന്മകളും അല്ലാഹുവേ നിന്റെ പക്കലാണ്, നിന്റെ കയ്യിലാണ്. എല്ലാ നന്മകളും എല്ലാ ഖൈറും നിന്റെ പക്കലാണ്. വശ്ശറു ലൈസ ഇലൈക, ഒരിക്കലും ഒരു ശർറും അല്ലാഹുവേ നീ തരില്ല, നീ നൽകില്ല. ഒരു ശർറും നീയുമായി ഇളാഫത്ത് ചെയ്യാൻ കഴിയില്ല, നീയുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞു. ഒരു ദുരന്തമുണ്ടാകുമ്പോ നമ്മുടെ കണ്ണിൽ അതൊരു ദുരന്തമാണ്, നമുക്കതൊരു വേദനയാണ്, നമുക്കതൊരു നഷ്ടമാണ്, നമുക്കൊരു സയ്യിഅത്താണത്. എന്നാൽ അല്ലാഹുവിലേക്ക് അത് ചേർത്താലോ, വഅമ്മ സയ്യിഅതു ഫഹുവ ഇന്നമാ യഖ്ലുഖുഹാ ബിഹിക്മ വഹിയ ബിഇഅ്തിബാരി തിൽകൽ ഹിക്മ മിൻ ഇഹ്സാനിഹി ഫഇന്ന റബ്ബ ലാ യഫ്അലു സയ്യിഅതൻ ഖത്ത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നേരത്തെ പറഞ്ഞ ആ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രയാസമെന്ന് തോന്നുന്ന ഒരു കാര്യം അവൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ പോലും 1000 നന്മകൾ ഉണ്ടാകും, 1000 നന്മകൾ ഉണ്ടാകും. ഫഇന്ന റബ്ബ ലാ യഫ്അലു സയ്യിഅത ഖത്ത്, ഒരിക്കലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സയ്യിഅത്ത് മോശമായത് അവനിൽ നിന്നുണ്ടാവുകയില്ല. ബൽ ഫിഅലുഹു കുല്ലുഹു ഹസനുൻ വഹസനാത്ത്, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നന്മകളാണ്, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഗുണപ്രദമായതാണ്. വഫിഅലുഹു കുല്ലുഹു ഖൈർ, അല്ലാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഖൈറാണ്. ഇത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിനായ മനുഷ്യൻ. അപ്പോ ഒരു പ്രയാസം ഒരിടത്ത് വരുമ്പോ നമ്മുടെ കണ്ണിൽ മാത്രമേ അത് പ്രയാസമായിട്ടുള്ളൂ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നശീകരണമല്ല, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നശിപ്പിക്കലല്ല ഒരു കാര്യത്തിലും. മഹാനായ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അബുൽ കലാം ആസാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ പരിഭാഷ കിട്ടുന്നത് പോലെ അബുൽ കലാം ആസാദിന്റെ ഉറുദുവിലുള്ള ഖുർആൻ പരിഭാഷയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ അർ-റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ അബുൽ കലാം ആസാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു ചോദ്യം കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു റഹ്മാനാണെങ്കിൽ, അല്ലാഹു റഹീമാണെങ്കിൽ അവൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നില്ലേ? കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുന്നില്ലേ? ജലപ്രളയങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? അപ്പോഴെങ്ങനെ റഹ്മാനാകും അവൻ? അവൻ എങ്ങനെ കാരുണ്യവാനാകും എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നമുക്ക് ദുരന്തമെന്ന് തോന്നുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ദുരന്തമല്ല, നമുക്ക് നാശമെന്ന് തോന്നുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നാശമല്ല, അത് നിർമ്മാണമാണ്, അത് റീഫോമിംഗ് ആണ്, അത് കൺസ്ട്രക്ഷൻ ആണ്, അത് റീക്രിയേറ്റ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതുണ്ടാക്കുന്നു. എന്തിനൊരു ജലപ്രളയം, എന്തിനൊരു ജലപ്രളയം, എന്തിനൊരു ഭൂമി കുലുക്കം? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ മഹാപ്രപഞ്ചം മുഴുവൻ തകർന്നു വീഴും, ആകാശഭൂമണ്ഡലങ്ങൾ തകർന്നു വീഴും. ഇത് സമാഉൻ ശഖ്ഖത് വഇദൽ കവാകിബു ഇൻതഹറത്. ഖുർആൻ പറഞ്ഞില്ലേ, ആകാശം പൊട്ടിപ്പിളരുന്ന, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന. വഇദ ശംസു കുവ്വിറത്, സൂര്യൻ അതിന്റെ പ്രഭ അത് ഉലിച്ചു കളയപ്പെടുന്ന. സൂര്യന്റെ പ്രഭ മങ്ങുമ്പോ വഖസഫൽ ഖമർ, അതേ ചന്ദ്രൻ മങ്ങിപ്പോകുന്ന, അതിന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകുന്ന. വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദ, ഭൂമിയിൽ നിന്ന് പർവ്വതങ്ങൾ പറിച്ചെടുത്ത് പരസ്പരം അടിച്ചു തകർക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ലോകം തന്നെ നശിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. കുല്ലു ശൈഉൻ ഹാലിക്, എല്ലാം നശിക്കാനുള്ളതാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ആ ലോകമൊട്ടുക്കും നശിക്കുമ്പോ, അത് മുഴുവനും നശിപ്പിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി അള്ളാഹു ഇല്ലാതാക്കി എടുത്തെറിയുകയല്ല. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞു,
ആകാശഭൂമികൾ തകർന്നു കഴിഞ്ഞാൽ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്, ഇന്നു കാണുന്ന ആകാശഭൂമികളല്ലാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ റീഫോം ചെയ്യും, റീക്രിയേറ്റ് ചെയ്യും എന്ന് ഖുർആൻ പറയുമ്പോ നമുക്കാണ് നാശം. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ പുതിയത് ഉണ്ടാക്കുകയാണ്, നിർമ്മിക്കുകയാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസമാണെങ്കിലും ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാത്രം ബുദ്ധിമുട്ടാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ നല്ലത് സൃഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ് എങ്കിൽ ആ റബ്ബിനെ അറിയലും ആ റബ്ബിന് കീഴ്വങ്ങലും ആ റബ്ബിന് ഏറ്റവും നല്ലത് ചോദിച്ചുകൊണ്ട് ആ റബ്ബിനോട് ഏറ്റവും നല്ലത് ചോദിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് തിരിച്ചെല്ലലുമാണ് നമ്മുടെ ബാധ്യത. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ആ ചിന്തയിൽ നിന്ന് മനുഷ്യൻ വിട്ടകന്ന് അള്ളാഹുവിന്റെ ശിക്ഷക്ക് റബ്ബിന്റെ കോപത്തിന് അർഹമാകുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ പ്രവാചകൻ പറഞ്ഞോ അത് മുഴുവൻ സമൂഹത്തിൽ നടമാടുന്ന കാലമാണ്. എങ്ങനെ റബ്ബ് നമ്മെ പിടിക്കാതിരിക്കും? എങ്ങനെ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാതിരിക്കും? കാരണം മുദബ്ബിറുൽ ആലം ആരാണെന്ന് ചോദിച്ചാൽ പോലും ഇന്ന് കേരളത്തിലും കർണാടകയിലുമൊക്കെയുള്ള മുസ്ലിങ്ങൾ പറയുകയാണ് അത് മടവൂര് CM ആണ് എന്ന്. ചിന്തിച്ചു നോക്ക്, നമുക്കിവിടെ ജീവിക്കാൻ അവകാശമുണ്ടോ? അള്ളാഹു നമുക്ക് വെള്ളം തന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വായു തന്നു, അള്ളാഹു നമുക്ക് ജീവൻ തന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കൈകാലുകൾ തന്നു. എന്നിട്ട് ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന നമ്മോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് മുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? മുദബ്ബിറുൽ ആലം, ഈ മഹാപ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ആർക്കാണെന്ന് ചോദിക്കുമ്പോ തലപ്പാവ് വെച്ച, താടി വെച്ച, 8 കൊല്ലം കിതാബ് ഓതിയ, 2 കൊല്ലം അഡീഷണൽ കോഴ്സ് എടുത്ത് ഡിഗ്രി എടുത്ത ഉസ്താദ് വന്ന് പറയുന്നു CM മടവൂരാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെയാണ് സലഫികളായ ആളുകൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു ദൗത്യമുണ്ട്. അത് അംറും ബിൽ മഅറൂഫാൻ വന്നഹ്യു അനിൽ മുൻകർ, തിന്മ വിരോധിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഒരു സമൂഹത്തിന് അവകാശം കൊടുത്തിട്ട് തിന്മ കണ്ടിട്ട് അവരതിനോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു ഭൂമിലോകത്ത് നിന്ന് അവരെ തൂത്തെറിയുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, ഞാൻ അവ്വൽ സഫിലുണ്ട്, ഞാൻ ബാങ്ക് വിളിക്കാൻ തന്നെ രംഗത്ത് പള്ളിയിലെത്താറുണ്ട്, പക്ഷേ ഞാൻ ദഅവത്ത് ചെയ്യാറില്ല, ഞാൻ തിന്മ വിരോധിക്കാറില്ല, ഞാൻ ഇത്തരം ഒരു കാര്യത്തിലും ഇടപെടാറില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ് ആ സമൂഹത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ശിക്ഷയിറക്കി നശിപ്പിച്ചു കളയും. റബ്ബ് സുബ്ഹാനഹു വ തആല അവർ നശിപ്പിച്ചു കളയും. അവർ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോക്കാത്തത് കൊണ്ടല്ല, മറ്റു സുഹൃത്തുക്കൾ ചെയ്യാത്തത് കൊണ്ടല്ല. അംറും ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ അത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അത് നിർവഹിക്കണമെന്നാണ്. അത് നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മെ ശിക്ഷ കൊണ്ട്, ദുനിയാവിനെ ശിക്ഷ കൊണ്ട് ഇല്ലാതാക്കി കളയുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനും അത് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾ ഇതാ രംഗത്ത് വരുന്നു, നമ്മുടെ കൺമുമ്പിൽ ശിർക്ക് വളരുന്നു, പടരുന്നു. ഖുർആനിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. പച്ചയായി നമ്മൾ നോക്കി നിൽക്കുമ്പോ ഇന്നലെ മരിച്ച കൂറത്തങ്ങൾ അന്ന് കബറടക്കി, സാധാരണ കബർ, പിറ്റേന്ന് ഇതാ അതിന് മോഡിഫൈ വരുന്നു, പിറ്റേന്ന് വീണ്ടും മോഡിഫൈ വരുന്നു. അതെ, നമ്മുടെ നാട്ടിലെ ചില മക്കളുണ്ട്, ചില ചെറുപ്പക്കാരുണ്ട്, അവര് പുതിയ വണ്ടി വാങ്ങിക്കൊണ്ടുവന്നാൽ നേരെ അത് മോഡിഫൈ ചെയ്യാൻ കൊണ്ടുപോകും, എന്നിട്ട് അതിനെ മേക്ക് ഓവർ ചെയ്യും. അവസാനം പഴയ വണ്ടിയാണോ ഇത് എന്നതുപോലും സംശയം തോന്നും. ചിലപ്പോൾ ഒരു 800 ആയിരിക്കാം, പക്ഷെ പുറത്തു വരുമ്പോ അതൊരു ഇന്നോവയായിട്ടായിരിക്കും പുറത്തു വരിക. ഈ രൂപത്തിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ ജാറങ്ങൾ, ദർഗകൾ ഇവിടെ മോഡിഫൈ ചെയ്യുകയാണ്. സാധാരണ പറയാറുള്ളത് പോലെ പണക്കാരന്റെ മകളുടെ മണിയറ പോലെ ഈ ജാറങ്ങൾ അണിയിച്ചൊരുക്കി കൂറത്തങ്ങളും അല്ലാത്തതങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ബിംബമായി, തേടപ്പെടുന്ന ബിംബമായി പ്രവാചകൻ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല അല്ലാഹ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥനയെപ്പോലും അന്വർത്ഥമാക്കുന്ന, അതുപോലും പരിഹസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജാറങ്ങളും മക്ബറകളും ദർഗകളും ഒക്കെ കെട്ടിപ്പൊക്കുന്ന ആളുകൾ വന്ന് സലഫികളെ വെല്ലുവിളിക്കുകയാണ്. ചില ആളുകൾ നമ്മുടെ നാട്ടില് തോക്കോ അത് വടിവാളോ എന്നിങ്ങനെ അറിയപ്പെടുന്ന ചില ആളുകൾ അവര് വെല്ലുവിളിക്കുകയാണ് SKSM-നെ, അവര് വെല്ലുവിളിക്കുകയാണ് സലഫികളെ, നിങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടോ എന്നൊക്കെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തസ്സായി
കാന്തപുരം സമസ്തക്കാരെ ഞങ്ങൾ വാദപ്രതിവാദത്തിന് തന്നെ വെല്ലുവിളിച്ചു. ഒന്നാമത് അവരോട് പറഞ്ഞ വിഷയം മുദബ്ബിറുൽ ആലം എന്ന വിഷയമാണ്. മുദബ്ബിറുൽ ആലം അഥവാ CM മടവൂരാണ് മുദബ്ബിറുൽ ആലം എന്ന കാന്തപുരം വിഭാഗത്തിന്റെ വാദം ശിർക്കും കുഫ്റുമാകുന്നു. ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറുള്ള ഏത് സഖാഫിയാണെങ്കിലും ഏത് കാന്തപുരം സമസ്തക്കാരനാണെങ്കിലും അവരുടെ സംഘടനയുടെ ഒരു ലെറ്റർ ഹെഡും വാങ്ങി അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ എങ്കിലും ലെറ്റർ ഹെഡിൽ എഴുതി വന്നാൽ നമ്മൾ വാദപ്രതിവാദം നടത്തി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതെടുക്കാൻ തോക്കയോ അതല്ല തോക്കാത്തതോ ആയ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഇനിയും അതിനാരെങ്കിലും തയ്യാറുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ കൃത്യമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അവർ എഴുതി അംഗീകാരം നൽകിയ മൗലിദ് കിതാബിലാണ് എഴുതി വെച്ചത്. ഈ CM മടവൂര് പറഞ്ഞിട്ടുണ്ടത്രേ ഒരു സഖാഫിയോട്, വേറെ ആരോടുമല്ല, ഒരു സഖാഫിയോട് CM മടവൂര് പറഞ്ഞിട്ടുണ്ടത്രേ അന മുദബ്ബിറുൽ ആലം. ഇപ്പൊ നമ്മൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആ വാദമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങൾക്ക് ആ വാദമില്ല. ഇതിന്നും മാലയായി മൗലിദായി ഇവരുടെ വീടുകളിലും പള്ളികളിലുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ മൗലിദ് കിതാബ് വിറ്റുകൊണ്ടിരിക്കുന്നു. അത് എഴുതിയ ആള് മർക്കസിൽ പഠിപ്പിക്കുന്ന ഒരു സഖാഫിയാണ്. അതിന് തക്രീർ നൽകിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അതിലാണ് എഴുതി വെച്ചത്. CM മടവൂര് പറഞ്ഞു അന മുദബ്ബിറുൽ ആലം. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പിടിച്ചപ്പോ അവര് പറയുന്നു ഞങ്ങൾക്ക് ആ വാദമില്ല. ഈ മൗലിദ് കിതാബ് പിൻവലിച്ചിട്ടുണ്ടോ? ഈ മൗലിദ് കിതാബ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അത് ഇന്നും വിപണിയിലുള്ള മൗലിദാണ്. രണ്ടാമത് കാന്തപുരം സമസ്തയോട് നമ്മൾ ആവശ്യപ്പെട്ടു, നിങ്ങളുടെ നബി ആരാണ്? നിങ്ങളുടെ നബി ആരാണ്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്നൊരു മുടിയുണ്ട്. ആ മുടിയെ ചൂണ്ടിയിട്ടവർ പറയുന്നത് അവരുടെ നബിയുടെ മുടിയാണ് എന്നാണ്. അവരുടെ നബിയുടെ മുടിയാണ്. നമ്മളതാണ് അവര് വാദപ്രതിവാദത്തിന് ക്ഷണിച്ചത്. എന്താ ക്ഷണിച്ചത്? ആ മുടിയുടെ ഉടമയാണ്, ആ മുടിയുടെ ഉടമയാണ് അവരുടെ പ്രവാചകൻ എന്ന് പറയുക വഴി മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ റിസാലത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു. അവിടെ കുഫ്ർ സംഭവിച്ചിരിക്കുന്നു. മനസ്സിലാക്കണം. എങ്ങനെ? അവര് കൊണ്ടുവന്ന് വെച്ച മുടിയുടെ ഉടമയാണ് ആര്? അവരുടെ നബി എന്ന് അവർ പ്രഖ്യാപിക്കുക വഴി മുഹമ്മദുർ റസൂലുള്ളാഹിയിലുള്ള റിസാലത്തിൽ കുഫ്ർ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് വരണം. കേരളത്തിൽ നമ്മൾ പരസ്യമായി ആവശ്യപ്പെട്ടു. ഇപ്പൊ കർണാടകയിലാണുള്ളത്, SKSMന്റെ സ്റ്റേജിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് തോറ്റതോ തോക്കാത്തതോ ആയ ഏത് സഖാഫി ഉണ്ടെങ്കിലും ഈ രണ്ട് വിഷയത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി വാദപ്രതിവാദം നടത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് 3, 4, 5, 6 പിന്നെ അങ്ങോട്ട് നമുക്ക് എണ്ണി വാദപ്രതിവാദം നടത്താം. കാരണം ഇന്ന് സമൂഹത്തിന് അത് ആവശ്യമാണ്. ഇത്തരം ദീൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളെ തന്നെ ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള ജിഹാദ് അതാണ് സലഫികൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ജനമധ്യത്തിൽ അവർ പഠിപ്പിക്കുന്ന അതേ പിഴച്ച വാദങ്ങൾ, കുഫ്റിന്റെ വാദങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ വാദങ്ങൾ, ആ വാദങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ പ്രഖ്യാപിതമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട 3 അടിസ്ഥാന വിഷയങ്ങൾ. ഒന്ന്, നമ്മൾ പറഞ്ഞു CM മടവൂർ മുദബ്ബിറുൽ ആലമാണോ അല്ലേ? ഒന്ന് തീരുമാനമാക്കണം. 2, അവിടെ കോഴിക്കോട് കൊണ്ടുവന്നിട്ടുള്ള മുടിയുടെ ഉടമയാണോ നിങ്ങളുടെ റസൂല്? അതറിയണം. കാര്യം മുസ്ലിം ഉമ്മത്തിന് തീരുമാനമെടുക്കണം. ആ മുടിയുടെ ഉടമയാണോ നിങ്ങളുടെ റസൂല്? എങ്കിൽ മുസ്ലിം ഉമ്മത്തിന് തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആളുകളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനെതിരായി മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്നു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്നിട്ട് എന്താ പറഞ്ഞത്? അന റസൂലുള്ളാഹ്, ഞാനും നബിയാണ്, ഞാനും റസൂലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹയോ അതും നബിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ശേഷം വന്ന നബിയാണ് ഞാൻ. മുസ്ലിം ലോകം ഒന്നടക്കം പറഞ്ഞു എന്ത്? ആ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാഫിറാണ്. ഇതുപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ ടീം പറയുന്നു എന്ത്? ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ള മുടിയുടെ ഉടമയും നബിയാണ്, റസൂലാണ് എന്ന് പറയുമ്പോൾ റിസാലത്തിൽ വലിയ പ്രശ്നമുള്ള വിഷയമാണ്. 3, നമ്മുടെ കൂറത്തങ്ങയുടെ ജാറം. അതിന്റെ ഇസ്ലാമിന്റെ വശമെന്താണ്? ഇസ്ലാമിക വശമെന്താണ്? ഫിഖ്ഹിന്റെ വശമെന്താണ്? നമ്മൾ തലശ്ശേരിയിൽ വാദപ്രതിവാദത്തിന് കരാറെഴുതിയ കൂട്ടത്തിൽ സ്ത്രീ പള്ളി പ്രവേശം, അതുപോലെ തന്നെ മറ്റൊരു വിഷയമായിരുന്നു ജാറം കെട്ടിപ്പൊക്കുന്ന വിഷയം.
അത് മൂന്നാമത്തെ വിഷയമായി നമുക്ക് വാദപ്രതിവാദത്തിൽ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദഅവത്ത്, പ്രബോധനം, ദീനിന്റെ ശക്തമായ പ്രചരണം അത് നെഞ്ചേറ്റിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത ഖുർആൻ പഠിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ മുന്നേറുക, നമ്മൾ മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ ഫദ്ല് കൊണ്ട് നമ്മെ സഹായിക്കും. അതുവഴി ഈ നാടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യും, ഈ സമൂഹത്തിന് അല്ലാഹു ബറക്കത്ത് ചെയ്യും. ഈ തൗഹീദിന്റെ കൊച്ചു സംഘം ഇവിടെ പ്രവർത്തിക്കുമ്പോ അതിന്റെ ഗുണഫലം നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത്, നമ്മുടെ നാടും നഗരവും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതല്ല, നമ്മൾ ഇതൊക്കെ നിർത്തിവെച്ച് മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞു പോകാനാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. ആ റബ്ബിന്റെ ശിക്ഷ വന്നാൽ നിങ്ങൾ കൈനീട്ട് റബ്ബിനോട് ദുആ ചെയ്യും, യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിക്കും. പക്ഷേ അള്ളാഹു ആ ദുആക്ക് ഉത്തരം തരില്ലെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക. തൗഹീദിന്റെ ഈ ദീപശിഖ കയ്യിലേന്തി വിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്ന ആ വെളിച്ചം മഹജ്ജത്തുൽ ബൈളാ എന്ന് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ തെളിമയാർന്ന വഴിയിലൂടെ, നേരിന്റെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് ഗമിക്കാം. നമ്മുടെ മുന്നിൽ മരണമുണ്ട്, നമ്മൾ നടക്കുന്നിടത്ത് മരണമുണ്ട്, നമ്മുടെ വാഹനത്തിൽ മരണമുണ്ട്, നമ്മൾ കിടക്കുന്നിടത്ത് മരണമുണ്ട്, നമ്മുടെ വീട്ടിൽ മരണമുണ്ട്, നമ്മുടെ കസേരയിൽ മരണമുണ്ട്, നമ്മുടെ ഉറക്കത്തിൽ മരണമുണ്ട്. മരണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയതുപോലെ, വൽ മൗതു അദിനാ മിൻ ശിറാകി നഅരിഹി, നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്നോട് ഒട്ടിക്കിടക്കുന്നുവെങ്കിൽ ആ ചെരുപ്പിന്റെ വാറ് എത്രത്തോളം നിന്നോട് ഒട്ടിയിട്ടുണ്ടോ അതിനേക്കാൾ അടുത്ത് മരണം നിൽപ്പുണ്ടെന്ന ഉത്തമ ബോധത്തോടുകൂടി ജീവിക്കുന്ന കാലമത്രയും ശുഹദാ അലില്ലാഹ്, അല്ലാഹുവിന്റെ സാക്ഷികളായി ജീവിക്കുക, തൗഹീദിന്റെ സാക്ഷികളായി ജീവിക്കുക, വിശുദ്ധ ഖുർആന്റെ പ്രകാശങ്ങളായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അധ്വാനം, നമ്മുടെ ഈ പരിശ്രമം അവൻ കബൂലാക്കുമാറാകട്ടെ. രാപ്പകലില്ലാതെ SKSM-ന്റെ പ്രവർത്തകർ, അതിന്റെ നേതാക്കൾ അവരുടെ സമ്പത്തും ആരോഗ്യവും ശരീരവും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും, ഉമ്മമാര്, സഹോദരങ്ങള്, അതുപോലെ തന്നെ പിഞ്ചു മക്കളടക്കം, ചെറിയ മക്കളടക്കം ഈ സദസ്സിൽ ഒത്തൊരുമിച്ചിട്ടുണ്ട്. അല്ലാഹു ആ ഒരു ഖുർആനിന്റെ പേരിൽ ഒത്തൊരുമിച്ചതിനാൽ അവരുടെ ജീവിതത്തിൽ ആ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നിറച്ചു കൊടുക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ആ പ്രകാശത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ, അല്ലാഹുവിനെ കൺകുളിർക്കെ കാണാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.